തേർഡ് സെമസ്റ്റർ മൈക്രോ എക്കണോമിക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഫേം ആയിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രി. അപ്പോൾ ക്ലാസ്സിലേക്ക് എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. തേർഡ് സെമസ്റ്റർ QTയിൽ എല്ലാ പോർഷൻസും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രിയാണ് പറയുന്നത്. ഒരു ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിലെത്തി, ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് സ്ഥിരമായി നിൽക്കുമ്പോഴാണ്. ദ ഔട്ട്പുട്ട് ഓഫ് ദി ഇൻഡസ്ട്രി ഹോൾഡ് സ്റ്റഡി. ഒരു വ്യവസായത്തിൻ്റെ ഉൽപ്പന്നത്തിൽ മാറ്റമില്ലാതിരിക്കുമ്പോഴാണ് അത് ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത്, ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത്. ഇത്തരം ഒരു അവസ്ഥയിൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനോ അതുപോലെ കുറയ്ക്കുന്നതിനോ പ്രേരകമായിട്ടുള്ള ഒരു ഘടകങ്ങളും മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. ഒരു ഫേം അതിൻ്റെ നെറ്റ് റവന്യൂ മാക്സിമൈസ് ചെയ്യുമ്പോഴാണ് ആ ഫേം ഇക്വിലിബ്രിയത്തിലെത്തി, ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ഫേംസും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയാം. ഓക്കെ, ആ കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത് അറ്റ് എ പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആകുന്ന ഒരു പ്രൈസ് ലെവൽ ഉണ്ടാവുമല്ലോ, അപ്പോഴാണ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത്. ദ ഇൻഡസ്ട്രി ഡിമാൻഡ് കർവ് ഈസ് ദി ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഓഫ് ദി പ്രൊഡക്റ്റ്. ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവില്ല, ആ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ സമ്മേഷൻ ചെയ്താലാണ് നമുക്ക് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് ആണെന്നുണ്ടെങ്കിൽ ദ ഇൻഡസ്ട്രി സപ്ലൈ കർവ് ഈസ് ദി ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ദി മാർജിനൽ കോസ്റ്റ് കർവ് ഓഫ് ഓൾ പ്രൊഡ്യൂസേഴ്സ്. ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും മാർജിനൽ കോസ്റ്റ് കർവ് ഹൊറിസോണ്ടൽ സമ്മേഷൻ ചെയ്താലാണ് ഇൻഡസ്ട്രി സപ്ലൈ കർവ് കിട്ടുന്നത്. The equilibrium of the industry occurs at the price at which the quantity demanded and supplied are equal and market is cleared. ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയുന്നത് ഒരു പ്രൈസ് ലെവലാണെന്ന് പറഞ്ഞു അല്ലേ, അത് ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈഡും ഈക്വൽ ആകുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് നോക്കാം. എക്സ് ആക്സിസിലും എക്സ് ആക്സിൽ കൊടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിയും Y ആക്സിസിൽ പ്രൈസും ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫിഗറിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ SMC ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, അതുപോലെ പ്രൈസ് ലെവൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്വാണ്ടിറ്റി ലെവലും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ AR, MR, പ്രൈസ്, ഡിമാൻഡ് എല്ലാം ഈക്വലാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് ഈ ഡയഗ്രം എന്ന് പറയാം. ഓക്കെ, ഇവിടെ OP എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പ്രൈസും OQ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. അവിടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്ന പ്രൈസ് അറ്റ് പ്രൈസ് P. അവിടെ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? OQ ആണ്. At the equilibrium market price, each firm is producing and selling a quantity for which its marginal cost equals the market price. ഇപ്പോൾ ഇക്വിലിബ്രിയം മാർക്കറ്റ് പ്രൈസിൽ ഓരോ വ്യവസായ യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് അതിൻ്റെ മാർജിനൽ കോസ്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? മാർക്കറ്റ് പ്രൈസിന് ഈക്വൽ ആകുമ്പോഴാണ്. ഓക്കെ, ഒരു ഇക്വിലിബ്രിയം മാർക്കറ്റ് പ്രൈസിൽ എല്ലാ ഫേമും പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ ക്വാണ്ടിറ്റി വിൽക്കുന്നതെല്ലാം ഏതൊരു പോയിന്റിലാണ്? മാർജിനൽ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസിന് ഈക്വൽ ആകുന്ന പോയിന്റിലാണ്. നോ ഫേം ഈസ് മോട്ടിവേറ്റഡ് ടു ചേഞ്ച് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻ ദി ഷോർട്ട് റൺ. ഒരൊറ്റ ഫേമും അവരുടെ ഔട്ട്പുട്ട് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഷോർട്ട് റണ്ണിൽ. സിൻസ് ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈഡ്, ദർ ഈസ് നോ റീസൺ ഫോർ മാർക്കറ്റ് പ്രൈസ് ടു ചേഞ്ച് ഇൻ ഷോർട്ട് റൺ. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡും അതുപോലെ ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആവുന്നത് കൊണ്ട് തന്നെ അവിടെ മാർക്കറ്റ് പ്രൈസിന് മാറ്റം വരുത്താൻ, അത് ഷോർട്ട് റണ്ണിൽ മാർക്കറ്റ് പ്രൈസിൽ മാറ്റം വരുത്തേണ്ട ഒരു കാര്യമില്ല. ദ മാർക്കറ്റ് ആൻഡ് ഓൾ ദ ഫേംസ് ഇൻ ദി ഇൻഡസ്ട്രി ആർ ഇൻ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. മാർക്കറ്റും അതുപോലെ എല്ലാ ഫേമും, വ്യവസായത്തിലെ എല്ലാ യൂണിറ്റുകളും ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രിയിൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ.